സുവർണ കിരണങ്ങളാകുന്ന സുഗന്ധ പുഷ്പങ്ങൾ കുരുക്ഷേത്രത്തിൽ വിതറിക്കൊണ്ട് 16-ാം ദിവസം ഉദിച്ചു. ശുക്ലപക്ഷത്തിലെ ദ്വിതീയ ദിവസമായിരുന്നു അത്. ദേവന്മാർ അസുരന്മാരെ നശിപ്പിക്കുന്നതിനായി സ്കന്ദനെ അഭിഷേകം ചെയ്തതുപോലെ എല്ലാ കുരുസൈനികരെയും വിളിച്ചുകൂട്ടി ദുര്യോധനൻ കർണനെ സേനാധിപതിയായി അഭിഷേകം ചെയ്തു. പട്ടുമൂടിയ ചെമ്പുകൊണ്ടുള്ള ഇരിപ്പിടത്തിലിരുന്ന് കർണന്റെ വലത് കൈത്തണ്ടയിൽ ദുര്യോധനൻ നിശാഗന്ധിയുടെ സുഗന്ധമുള്ള വെളുത്ത പുഷ്പങ്ങൾ കോർത്ത മാലയിട്ട് കെട്ടിയിട്ട് തന്റെ അരയിൽ നിന്ന് മൂർച്ചയേറിയ വാൾ വലിച്ചൂരി അന്തരീക്ഷത്തിൽ ചുഴറ്റിക്കൊണ്ട് ഉറക്കെ ഉദ്ഘോഷിച്ചു: കൗരവസേന നായകൻ ദിഗ്വിജയായ അംഗരാജാവായ കർണൻ ജയിക്കട്ടെ. വിവിധ വർണ്ണത്തിലുള്ള വർണ്ണപുഷ്പങ്ങൾ തങ്ങളുടെ സേനാനായകന് മേൽ വർഷിച്ചത് കണ്ട് കൗരവസേന നിമിഷ നേരത്തേക്ക് ഭീഷ്മരുടെയും സാക്ഷാൽ ഗുരു ദ്രോണരുടെയും പതനം പോലും മറന്നുപോയി. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും എല്ലാം സേനാധിപതിയുടെ തിളങ്ങുന്ന മുഖം ഒരു നോക്ക് കാണുവാൻ തിങ്ങിക്കൂടി. പുരോഹിതന്മാരും സ്തുതിപാഠകരും അയാളുടെ ചുരണ്ട മുടിയിൽ സുഗന്ധമുള്ള എണ്ണ പുരട്ടി. ജലഘടികാരം മുഹൂർത്തം സൂചിപ്പിച്ചപ്പോൾ താലത്തിൽ വെച്ചിരുന്ന സേനാധിപതിയുടെ വിഖ്യാതമായ കിരീടം കർണന്റെ ശിരസിൽ വയ്ക്കുന്നതിനായി ദുര്യോധനൻ എഴുന്നേറ്റു. കൈകൊണ്ട് അത് തടഞ്ഞുകൊണ്ട് കൗന്ദയനായിട്ടും രാധേയനായിരിക്കുന്നത് ധന്യതയായി കണക്കാക്കിയ ആ മഹാരഥി ഒരു വശത്ത് നിന്നിരുന്ന പുത്രൻ വൃഷസേനനെ അർത്ഥസൂചകമായി നോക്കി. വൃഷസേനൻ പെട്ടെന്നൊരു താലം സവിനയം പിതാവിന്റെ മുന്നിൽ വെച്ചു. അതിലിട്ടിരുന്ന പട്ട് മെല്ലെ മാറ്റിയിട്ട് സൂര്യപുത്രൻ ആ തളികയിൽ വെച്ചിരുന്ന മറ്റൊരു സ്വർണ്ണക്കിരീടം ദുര്യോധനൻ അതിൽ കൈവയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്വയം എടുത്ത് ശിരസിലണിഞ്ഞു. ആ കിരീടം എൻ്റെ കിരീടം പോലെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർവ്വ ചക്രവാളത്തിൽ ആകാശത്തിന്റെ സാമ്രാട്ടായ സവിതാവ് തന്റെ കിരണങ്ങളാകുന്ന കുതിരകളുമായി വന്നു നിന്നു. ചക്രവാകം, ചാകോരം തുടങ്ങിയ പക്ഷികൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനായി കൂടുവിട്ട് ആകാശത്തിൽ ഉയർന്നു പറന്നു. അങ്ങനെ യുദ്ധം ആസന്നമായി. അർജുനന്റെ ആധിപത്യത്തിൽ പാണ്ഡവസേന അർദ്ധചന്ദ്രാകൃതിയിൽ മുന്നേറി. എന്റെ കയ്യിൽ കടിഞ്ഞാനുള്ള നന്ദിഘോഷ രഥത്തിന്റെ വലതുവശത്തായി ദൃഷ്ടദ്യുമ്നൻ നിന്നിരുന്നു. ഇടതുവശത്ത് ഒരു ആനപ്പുറത്തിരുന്ന് ആനപ്പടയുടെ നേതൃത്വം നൽകുന്നതിനായി ചുവന്ന കണ്ണുകളോടെ ഭീമൻ ആവേശത്തോടെ മുന്നേറി. ഒരു വശത്ത് യുധിഷ്ഠിരൻ നിന്നിരുന്നു. കർണനെ മുന്നിൽ കണ്ട അയാളുടെ മനസ്സ് ഭയം കൊണ്ട് വിറച്ചു. കൈ ഉയർത്തി അർജുനൻ തന്റെ ചന്ദ്രകാലാകൃതിയിലുള്ള സേനയെ ഒന്ന് പിന്നോട്ട് നിർത്തിയിട്ട് ദേവദത്തമെന്ന ശംഖു മുഴുകിക്കൊണ്ട് ശക്തിയോടെ മുന്നേറി. രഥത്തിലെ കുതിരകളെ തെളിക്കുമ്പോൾ താൻ ആരോടാണ് യുദ്ധം ചെയ്തതെന്ന് അർജുനൻ അറിയില്ല. എന്നാൽ അത് കർണൻ അറിയാമെന്നുള്ള സത്യം എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവരുടെ യുദ്ധം എത്ര വഞ്ചനാപരവും വിചിത്രവുമായിട്ടാണ് എനിക്ക് തോന്നി. മുന്നിൽ വെള്ളക്കുതിരകളെ കെട്ടിയ കുതിച്ചു വരുന്ന രഥത്തിൽ സിംഹനാദം മുഴക്കുന്ന കർണനെ കണ്ടപ്പോൾ ജ്വലിക്കുന്ന സൂര്യൻ ആകാശത്ത് തന്നെയാണോ അതോ മുന്നിലുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ് തിളങ്ങുന്ന ഉയർന്നുമുള്ള രഥത്തിലാണോ എന്ന് പാണ്ഡവർക്ക് സംശയം തോന്നി. അയാളുടെ മുഖം കിരണങ്ങളേറ്റി തിളങ്ങുന്ന സ്വർണകുംഭം പോലെ മുൻപും മുന്നില്ലാത്ത വിധം പ്രകാശിച്ചു. കാട്ടുതീയുടെ കരാളരൂപം ധരിച്ച് ആ വൃക്ഷസന്തൻ വരുന്നു. വേലിയേറ്റത്തിലെ ശുദ്ധമായ കടൽ പോലെ, മുന്നിൽ വരുന്നവരെയെല്ലാം ഭസ്മമാക്കുവാൻ ഒതുങ്ങി നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെ. അയാളുടെ നീലനേത്രങ്ങൾ കപിധ്വജത്തെ തിരിഞ്ഞുകൊണ്ടുവന്നു. അന്ന് ഞാനൊരു സൂത്രം ചെയ്തു. മുന്നിലുള്ള സേനയ്ക്ക് കാണത്തക്കവണ്ണം രഥത്തിൽ കെട്ടാറുള്ള ധ്വജം അന്ന് തിരിച്ചു കെട്ടി. അതിലെ അടയാളവും പാണ്ഡവസേനയ്ക്ക് അഭിമുഖമായിരുന്നു. രണ്ട് സൈന്യവും ഗർജിച്ചുകൊണ്ട് തമ്മിൽ ഏറ്റുമുട്ടി. കപിധ്വജമായ അർജുനന്റെ രഥം എങ്ങും കാണാതെ കുഴങ്ങിയ രാധയിൽ തന്റെ രഥം പെട്ടെന്ന് ഞങ്ങളുടെ ആനപ്പടയുടെ നേരെ തിരിച്ചു. വിഷത്തിൽ മുക്കിയ അനേകം ബാണങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അയാൾ ആനപ്പടയെ തറപറ്റിച്ചു. ശരീരത്തിൽ വിഷം പ്രവേശിച്ച് ആനകൾ ഉന്മത്തരായി. തിരിഞ്ഞ് അനേകം പാണ്ഡവ സേനകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നിൽ കണ്ട വഴിയിലൂടെ ഓടി. ആനകളെ ക്രൂരമായി സംഹരിക്കുന്ന കർണനെ തടയുവാൻ ക്രുദ്ധനായി ഓടിയ ഭീമന് അശ്വത്ഥാമാവ് തട നിർത്തി. അവരുടെ യുദ്ധം ക്രുദ്ധമായി മാറി. സാത്യകി വിന്ദ അനുഭൂതന്മാരുമായി ഏറ്റുമുട്ടി. ദൃഷ്ടദ്യുമ്നൻ കൃപാചാര്യരെ വളഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രുതകീർത്തകൻ മാതൃരാജാവിനെ എതിർത്തു. സഹദേവനും ദുശാസനും പരസ്പരം ബാണങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. ദുര്യോധനൻ കേന്ദ്രസ്ഥാനം വിട്ട് തന്റെ രഥം യുധിഷ്ഠിരന്റെ നേരെ സമീപത്ത് കൊണ്ടുവന്നു. അപ്പോൾ യുധിഷ്ഠിരന്റെ രക്ഷയ്ക്കായി ഞാൻ അർജുനന്റെ രഥം അയാളുടെ സമീപത്തെത്തിച്ചുകൊണ്ട് എതിർത്തു നിന്നു. സൂര്യൻ മുകളിലേക്ക് ഉയരുന്നതിനനുസരിച്ച് പൊടിപടലം ആകാശത്തെ മൂടിക്കൊണ്ടേയിരുന്നു. ആനകളുടെ ചിഹ്നം വിളിയിൽ ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ആ ശബ്ദം പോലും കേൾക്കുവാനില്ല.
അർജുനനെ കണ്ടുകിട്ടാത്തതിൽ കുപിതനായ കർണൻ പാഞ്ചാലത്തിൻ്റെയും മത്സ്യദേശത്തിൻ്റെയും സൈന്യത്തെ ജൈത്രരഥത്തിന് കീഴിലമർത്തി. സൂര്യൻ മുകളിലേക്ക് ഉയരുംതോറും അയാളുടെ രഥത്തിന് വേഗത കൂടി വന്നു. ശൂലവും കുന്തവും ഗദയും മാറി മാറി പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. അവ മാറുന്ന സമയത്ത് ഉരുണ്ടുകൂടിയ ശ്വേതകർണങ്ങൾ തുടയ്ക്കുവാൻ മാത്രം അല്പസമയം നിൽക്കും. സൂര്യൻ തലയ്ക്ക് മുകളിലെത്തി. അപ്പോൾ ഭീമൻ സമർത്ഥനായ യോദ്ധാവ് ക്ഷേമാധൂർത്തിയെ രഥത്തിൽ നിന്ന് താഴെ വീഴ്ത്തി. സംശക്തവന്മാർ തടഞ്ഞു നിർത്തപ്പെട്ട അർജുനൻ ദണ്ഡൻ, ദണ്ഡരഥൻ എന്നീ രാജാക്കന്മാരുടെ കഴുത്തറുത്തു. അത് കണ്ട് അശ്വത്ഥാമാവ് അർജുനന് നേരെ ചാടി വീണു. കർണനാൽ ആക്രമിക്കപ്പെട്ട പാഞ്ചാലി സേനയിൽ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. മുന്നിൽ കണ്ട ശത്രു സൈന്യങ്ങളെ മുഴുവൻ കൊന്നെടുക്കുന്ന യോദ്ധാക്കളെ കണ്ടാൽ അവർ യുദ്ധത്തിന്റെ മാതിര കുടിച്ച് ഉന്മത്തരായതുപോലെ തോന്നും. മത്സ്യം പാഞ്ചാല സേനകളെ കർണൻ നിരന്തരമായി വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. അയാളെ എതിർക്കുന്നതിനായി പാഞ്ചാജന്യം ഒരു പ്രത്യേക സ്വരത്തിൽ മുഴക്കിക്കൊണ്ട് നകുലിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു, നകുല, നകുല, കർണന് നേരെ രഥം തിരിക്കും. ആ ഘനഘോരമായ കോലാഹലത്തിനിടയിൽ എൻ്റെ സൂചന അരനാഴികയ്ക്ക് ശേഷം മാത്രമേ നകുലന്റെ കാതുകളിൽ എത്തിയുള്ളൂ. 2 നാഴിക കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ സൈന്യത്തിന് പിന്നിൽ നിന്നിരുന്ന മത്സ്യസൈന്യത്തിൽ ചേർന്ന് നേരെ കർണന് മുമ്പിൽ പ്രത്യക്ഷമായി. പക്ഷേ നകുലിനെതിർത്ത ആ സേനാനായകൻ ശീതളമായ ഒരു നീരുറവയായിരുന്നില്ല. അയാൾ ഇടിമിന്നൽ പോലെയായിരുന്നു. അയാൾ നകുലന്റെ ബാണങ്ങൾ തടഞ്ഞതും രഥഹീനനാക്കിക്കൊണ്ട് നകുലന്റെ ദുഃഖസ്ഥിതിക്ക് രസിച്ചു. അവസാനം തന്റെ ഉന്നതരായ രഥം കൊണ്ട് തടഞ്ഞു നിർത്തി പോകുന്ന നിരായുധനെ നോക്കിക്കൊണ്ട് അയാൾ നകുലിനോട് പറഞ്ഞു, പോകൂ, പോയി നിന്റെ ജ്യേഷ്ഠനായ അർജുനനെ എൻ്റെ മുന്നിൽ എത്തിക്കും. അതിനായി ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ലജ്ജിതനായ നകുലൻ തലകുനിച്ച് തിരിച്ചു പോകുമ്പോൾ മാതൃ മാതാവ് ഭർത്താവിനോടൊപ്പം സതിയായപ്പോൾ കുന്തിദേവിയുടെ കൈകളിൽ ഏൽപ്പിച്ച ആ ജീവിത പുഷ്പത്തെ പ്രഥമ കൗന്ദേയൻ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് സുരക്ഷിതനാക്കി കൊടുത്തു. ശരീരത്തിലെ ഒരു രക്തക്കണവും യുദ്ധത്തിന്റെ സർവാഗ്രഹിയായ ബന്ധവാഗ്നയിൽ കത്തിച്ചാരമാകി പോകുന്ന സമയത്തും ആ രാധയൻ രാജമാതാവ് കുന്തിദേവിക്ക് കൊടുത്തിരുന്ന വാക്ക് നിഷ്ഠയോടെ പാലിച്ചു. സന്ധ്യാ സമയമായപ്പോഴേക്കും യുധിഷ്ഠിരപുത്രനായ പ്രതിവിന്ധ്യൻ ചിത്രരാജനെ വധിച്ചു. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ കുരുക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉയർന്ന വൃക്ഷങ്ങളുടെ നീണ്ട നിഴലുകൾ വീഴ്ത്തി തുടങ്ങിയപ്പോൾ ഞാൻ അർജുനന്റെ നന്ദീഘോഷരഥം ആദ്യമായി കർണന്റെ ചൈത്രരഥത്തിന് മുന്നിൽ നിർത്തി. മുഖത്തോട് മുഖം കണ്ടപ്പോൾ അവർ ജ്വലിച്ചു. 2 പേരുടെയും മുഖങ്ങൾ കാറ്റിൽ ആളിക്കത്തുന്ന തീ പോലെയായി. അവരുടെ അലർച്ച കേട്ട ആനകൾ പോലും ഭയന്നോടി. അവർ പരസ്പരം ലക്ഷ്യഭേദന നടത്തിക്കൊണ്ട് തങ്ങളുടെ ഭാരിച്ച ധനുസുകളിൽ നിന്നും ബാണങ്ങൾ വർഷിച്ചു. ചന്ദ്രൻ മേഘത്താൽ മറയുന്നത് പോലെ ആകാശം അവരുടെ ബാണങ്ങൾ കൊണ്ട് മൂടി. അവരുടെ ബാണങ്ങളേറ്റ് തീപ്പൊരി പറന്നു. ആ തീപ്പൊരികൾ സന്ധ്യാസമയത്ത് ആകാശത്തിന്റെ താഴികക്കുടം പോലെ തോന്നി. അർജുനന്റെ ബാണങ്ങളേറ്റ് കർണന്റെ സാരഥി സത്യസേനൻ മരിച്ചു. കർണാർജുനന്മാരുടെ ബാണങ്ങളാൽ മൂടിയ ആകാശം പിന്നീട് തെളിഞ്ഞതേയില്ല. കാരണം രാത്രിയാകുന്ന മായാവിയായ യോദ്ധാവ് അന്ധകാരമാകുന്ന ബാണങ്ങളയച്ച് അവരുടെ ബാണങ്ങളെയെല്ലാം മറച്ചു. ശുക്ലപക്ഷത്തിലെ ദ്വിതീയമായ വികടമായ 16-ാം ദിവസം അങ്ങനെ അവസാനിച്ചു. അതെ, സാക്ഷാൽ ഗാണ്ഡീവധാരിയായ അർജുനനും വിജയധനുസ് ഏന്തിയ കർണനും തമ്മിലുള്ള യുദ്ധമാണ് ഇനി പറയുവാൻ പോകുന്നത്. തുടരും.